വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചൂടാറിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു ഇറച്ചിയടൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അല്ലാത്ത സമയത്തും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് തയ്യാറാക്കി വെച്ചാൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേടാവാതെ അതേ ക്രിസ്പിനെസ്സിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഞാൻ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി കോരിയെടുക്കണം. എന്നിട്ട് മറ്റേ ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി അടുത്ത ബാക്കിയുള്ള ഉള്ളിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് കോരിയെടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം. നല്ല ഡ്രൈ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇത് കോരിയെടുക്കാം. ഇനി അട തയ്യാറാക്കാൻ വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന വിധത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ പൊരിച്ച് വെച്ച ഉള്ളിയും ഇറച്ചിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം പൊടിഞ്ഞു പോകരുത്. ഇനി ഇതേ ജാറിൽ തന്നെ ഇറച്ചിയും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇറച്ചിയും ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് ആണ്. അപ്പം ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനൊരു പരക്കമ്മൽ ഇതുപോലെ പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വലുതാക്കി പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ചെറുതായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വലുതാക്കി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചെറുതാവുമ്പോൾ കുറച്ചുകൂടെ കാണാനൊരു ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ മസാലയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ മുഴുവൻ അടയിലും ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അട ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ അട ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന ആ സമയത്ത് ഞാനിതൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കോരിയെടുക്കാം. ഇപ്പം മുഴുവൻ അടയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന ആ സമയത്ത് കോരിയെടുത്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള അടയാണിത്. ഇനി ഇത് ചൂടാറിയ ശേഷം ഒന്നും കൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അട ചൂടാറി കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ മുഴുവൻ അടയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്